ഫോർട്ട് കൊച്ചിയിൽ 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി. ബൈക്കിലെത്തിയ യുവാവ് കൂടെ വരാൻ ആവശ്യപ്പെട്ട് കടന്നു പിടിക്കുകയായിരുന്നു. അതിക്രമത്തിൽ ഭയന്ന പെൺകുട്ടി സമീപത്തെ കടയുടമയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. കടയുടമയുടെ വാക്കുകളിലേക്ക്. സാധാരണ വന്ന് കുട്ടി വന്നാൽ ചിരിച്ചിട്ട് വന്ന കുട്ടിയാണ്. പക്ഷെ അത് ഭയങ്കര മ്ലാനത കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അവനവിടെ അതിലെ വന്ന് ക്രോസ് ചെയ്ത് പിന്നെ പിടിക്കാൻ നിന്നു. നമ്മൾ പിടിക്കണ ഒക്കെ ഈ കൊച്ച് പറയണ അപ്പോഴേ ഞാൻ അറിയണേ ഈ കുട്ടീനെ പിടിച്ചെന്നുള്ളത്. പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. അതെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഒരു പട്ടാപകല് ആ പെൺകുട്ടിയെ കയറി പിടിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, അവനൊരു എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നൊരു കുത്തിക്കഴപ്പുള്ള ഒരു പേ. രണ്ടാമത് നമ്മുടെ നിയമവ്യവസ്ഥ. അത് കഴിഞ്ഞാൽ തന്നെ പിടിക്കപ്പെട്ടാലും തന്നെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ചിക്കനും ഇതും കിട്ടും, പിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആൾ വരും, സപ്പോർട്ട് ചെയ്യാൻ വേറെ മെൻസ് അസോസിയേഷൻ സംഘടന വരും. അങ്ങനെയുള്ള ഒരു മൈൻഡിൽ അവൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പബ്ലിക്കായിട്ട് പിടിക്കാൻ പോകുന്നത്. ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് പിടിക്കണമെങ്കിൽ അവൻ ചില്ലറ ധൈര്യമൊന്നുമല്ല, ഇത്രയും തെണ്ടിത്തരവും കാണിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർ ഒരു പെൺകുട്ടി പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലേ? ബൈക്കിൽ വന്നവൻ കയറി പിടിക്കുന്നു. അവൻ ബൈക്കാ പോണ വഴിക്കാ വണ്ടി അടിച്ചവൻ ചാവണം. ഒരു പെൺകുട്ടീനെ എത്ര പേര് പേടിച്ചിട്ട് തന്നെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോഴൊക്കെയാണ് ഒരു രാത്രിയിലൊക്കെയാണ് പണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങരുത് ഇത് ചെയ്യരുതെന്നുള്ളത്. ഇപ്പോൾ പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത നമ്മുടെ നിയമ സിസ്റ്റം മാറ്റണം. നിയമ സിസ്റ്റം പൊളിച്ചെഴുതണം. എന്നിരുന്നാലാണ് ഈ മാതിരിയുള്ള തെണ്ടിത്തരങ്ങൾക്കൊരു കുറവ് വരുത്താൻ പറ്റത്തുള്ളൂ. ഒന്നുമല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തുമാത്രം പേടിച്ചൊക്കെ കാണും. അത് പേടിച്ചു പോയി കാണും ഈ മാതിരിയുള്ള കഴപ്പുള്ളവന്മാരൊക്കെ. തീർച്ചയായിട്ടും ഇവിടെ നിയമ സിസ്റ്റം മാറിയേ പറ്റൂ, അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നും വന്ന് തല പൊക്കിക്കൊണ്ട് തുടങ്ങും.